നമസ്കാരം. CPM നേതാവായിരുന്ന MA അഷ്റഫിന്റെ 24ാമത് അനുസ്മരണ സമ്മേളനം നടത്തി. തടിക്കാട് വായനശാല ജംഗ്ഷനിൽ വെച്ച് നടന്ന യോഗത്തിൽ CPMന്റെ പ്രമുഖരായ നേതാക്കൾ പങ്കെടുത്തു. വ്യവസായ മന്ത്രി P രാജീവ് യോഗം ഉദ്ഘാടനം ചെയ്തു. 2002-ലാണ് NDF-കാരുടെ ആക്രമണത്തിൽ MA അഷ്റഫ് കൊല്ലപ്പെടുന്നത്. CPMന്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അറയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, സഹകരണ സർക്കിൾ യൂണിയൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്ന CPMന്റെ സമുന്നതനായ നേതാവായിരുന്നു MA അഷ്റഫ്. MA അഷ്റഫിന്റെ 24ാമത് അനുസ്മരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികളാണ് CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അറയ്ക്കൽ സഹകരണ ബാങ്കിൽ ചേർന്ന സമകാലിക സംഗമത്തോടെ അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ, രക്തദാന സേന രൂപീകരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു. അഷ്റഫ് കൊല്ലപ്പെട്ട ദിവസമായ ജൂലൈ 18-ന് ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ച് കമ്മിറ്റികളിലും പുഷ്പാർച്ചന നടത്തി. തടിക്കാട് അഷ്റഫ് സ്മാരക മന്ദിരത്തിൽ CPMന്റെ പ്രമുഖരായ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് പുഷ്പാർച്ചന നടന്നു. വൈകുന്നേരം 5 മണിക്ക് നടന്ന അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും കേന്ദ്ര കമ്മിറ്റി അംഗവും വ്യവസായ മന്ത്രിയുമായ P രാജീവ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാനും ആയൂർ LC സെക്രട്ടറിയുമായ അമർ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S ജയമോഹൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, സുജ ചന്ദ്രബാബു, K ബാബു പണിക്കർ, D വിശ്വസേനൻ, VS സതീഷ്, P അനിൽകുമാർ, K ഷിബു, G പ്രമോദ്, രഞ്ജു സുരേഷ്, MM ഷാജിവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രിയ രൂപമായി BJPയുടെയും ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാകാം, NDF പോലെയുള്ള സംഘടനകളാകാം, അവരുടെയും കൊലക്കത്തിക്കിരയായി നിരവധി സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള കാരണം ഇന്ത്യയിലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയുമായ P രാജീവ് കടന്നു വരികയാണ്. അഷ്റഫ് അനുസ്മരണ സമ്മേളനത്തിൽ തടിക്കാടിന്റെ മണ്ണിലേക്ക് P രാജീവ് 2ാമത് തവണയാണ് കടന്നു വരുന്നത് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ സഖാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കെ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തത് സഖാവ് P രാജീവായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് ലോകസഭയിലെ. എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് ഇന്ത്യൻ സാഹചര്യങ്ങളെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ശരിയായ പ്രതിഫലനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ നടത്തിയ പ്രസംഗം. ഞങ്ങോട്ട് ഒരു പ്രസംഗം കിട്ടും, അത് ഞാൻ വിചാരിച്ച റിപ്പോർട്ടർ പറയുന്നതായിരിക്കും. CPIMനെയും RSS BJPയെയും എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് വാർത്തകളുടെ ലക്ഷണം കണ്ടത്.